അഫി ഓഫീസിലേക്ക് പോകാനിറങ്ങി. വൈഫി ആ ലാപ്പിങ് എടുത്തേ. സാറിൻ്റെ മുന്നിലല്ലേ ഇരിക്കുന്നത്, എടുത്തൂടെ? എടുക്ക്. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ടേബിളിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് എടുത്ത് അഫിക്ക് നേരെ നീട്ടി. അവൻ അവളുടെ കയ്യിലും ബാഗിലുമായി മുറുകെ പിടിച്ചു. ലക്ഷ്മി പുഞ്ചിരിയോടെ അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. സങ്കടമുണ്ടെന്ന് ഈ മുഖം കണ്ടാൽ എനിക്കറിയാം. ഇവിടെ നിൽക്കാൻ പാടല്ലേ, എല്ലാം ശരിയാക്കാം. അവൾ തലകുലുക്കി. പിന്നെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. PS-ൻ്റെ കുറവ് നന്നായിട്ട് അറിയുന്നുണ്ട്. ഒരു PS-നെ സെലക്ട് ചെയ്യട്ടെ. അവളുടെ ചുണ്ടിലെ ചിരി മങ്ങി. പതിയെ അവനിൽ നിന്ന് അകന്നു മാറി. എന്താടി, പിണങ്ങിയോ? ഇല്ല, അഭിമന്യുവിൻ്റെ ഓഫീസല്ലേ, അപ്പോൾ ബോസിൻ്റെ ഇഷ്ടം. ഇനി എന്തായാലും എനിക്ക് ആ ഓഫീസിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാം. മാഡം സമ്മതിക്കില്ല. താഴ്ന്ന മുഖം തനിക്ക് നേരെ ഉയർത്തി നെറ്റിയിൽ ചുംബിച്ചു. ജോലി ചെയ്യുമ്പോൾ സീതാലക്ഷ്മിക്ക് കിട്ടുന്ന സാലറി 30,000 രൂപ. അത് ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടുതരാം. നാട്ടിലേക്ക് അയച്ചു കൊടുക്കാമല്ലോ. അതിനു വേണ്ടിയല്ലേ ഈ സങ്കടം? വേണ്ട, ഇനി അത് മാഡം അറിയും. എന്തിനാ വെറുതെ? ജോലി ചെയ്യാതെ കാശ് എനിക്ക് വേണ്ട. നിനക്ക് വാശി ഇത്തിരി കൂടുതലാ. ഓഫീസിലെ കാശല്ല, എൻ്റെ കാശാ. അതിൻ്റെ കണക്കൊന്നും മമ്മയ്ക്കറിയില്ല, അറിയാനും പോകുന്നില്ല. നീയായി പറയാതിരുന്നാൽ മതി. സിദ്ധൂട്ടൻ പഠിക്കുവല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. കാശ് വേണം, അതില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ എതിര് പറയാനും കഴിയുന്നില്ല. എന്താ സീത? ഒന്നുമില്ല. എന്നാ ഒന്ന് ചിരിക്ക്. രാവണന് പോകാനുള്ളതാ. ആദിയും വർമ്മയും പോകാനിറങ്ങി. ഒപ്പം അഫിയും. എല്ലാം മറക്കാതെ എടുത്തോ മോനു? ഇന്ദുജ ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. അതെന്താ മമ്മ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കും പോലെ. അല്ല, 4-5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇങ്ങ് വരിക വലിയ ബുദ്ധിമുട്ടല്ലേ, അതാ. വർമ്മ സ്റ്റെപ്പിന് മേലേക്ക് നോക്കി. ലക്ഷ്മി എവിടെ അഫി? ഞാൻ കണ്ടില്ല ഡാഡി. അവൻ ധൃതിയിൽ പുറത്തേക്ക് പോയി. കണ്ടില്ലേ, മോനുവിന് മാറ്റമുണ്ട്. അവൻ്റെ മോഹമൊക്കെ കെട്ടടങ്ങി വരുക. ഒരു 2 മാസം അവളിവിടെ തികച്ചു നിൽക്കില്ല. ആദിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ അമ്മ തന്നെയല്ലേ, അതോ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ചോദിച്ചു പോകുന്നതാ? അവൻ അന്ന് ആദ്യമായാണ് അവരുടെ നേർക്ക് നേരെ നിന്ന് ശബ്ദമുയർത്തുന്നത്. അതെ മമ്മയാ, എൻ്റെ മോനുവിൻ്റെ മാത്രം. അതാണ് അഭിമന്യുവിൻ്റെ പരാജയവും. ആദ്യം വിട്ടുകൊടുക്കുന്നില്ല. എന്താടാ, ആ ഉരുമ്പെട്ടവൾക്ക് വേണ്ടി നീയും ഇറങ്ങുവാണോ? അവൾ നിനക്ക് എന്താ തന്നത്? ഇനി എപ്പോഴേലും ആള് മാറിപ്പോയോ? നിങ്ങൾക്ക് ഭ്രാന്ത. മകനെയും അവൻ്റെ മനസ്സിനെയും മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മമാരുണ്ടോ? ആദി കലിതുള്ളി ഇറങ്ങിപ്പോയി. വർമ്മ ഇന്ദുജയെ തന്നെ നോക്കി നിൽക്കുവാണ്. അവനാദ്യമായ നിന്നോട് സംസാരിക്കുന്നത്. അമ്മ ഇത്രയ്ക്കും അതപ്പതിച്ച് പോയതിലുള്ള സങ്കടം താങ്ങാൻ വയ്യാതെ പറഞ്ഞു പോയതാ. നീ കാര്യമാക്കണ്ട. ഇന്ദുജ പറയുന്ന ജോലികൾ ഒരു മടിയുമില്ലാതെ ലക്ഷ്മി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കിച്ചണിൽ നിൽക്കുന്ന 4 സെർവൻസിനൊപ്പം അവളും കൂടി. അവരുടെ കൂടെ ഇരുന്ന് ഫുഡും കഴിച്ചു. ഇന്ദുജ പതിവ് പോലെ ഉറങ്ങാൻ കയറി. ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കും, പിന്നെ തിരികെ പോകും. മോളിത് ആരെയാ നോക്കുന്നേ? അത് ചേച്ചി, സാറ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതാണോ? ഏയ് അല്ല, ഇന്ന് വരില്ല. നല്ല തിരക്കുണ്ടാവും. പിന്നെ ഒരു മീറ്റിംഗും ഉണ്ട്. എന്നാലും ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട് കൊച്ചിന്. മറ്റൊരു സെർവൻ്റ് കളിയാക്കി. ലക്ഷ്മിക്ക് ചമ്മലുണ്ടായി. കിച്ചൺ സ്ലാബിലിരുന്ന ഫോൺ റിങ് ചെയ്തു. അവനാണ്. പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. എവിടെയാ പെണ്ണേ നീ? ഗൗരവം നിറഞ്ഞ സ്വരം. ലക്ഷ്മി ചുണ്ട് കടിച്ചു. ഞാൻ വീട്ടിൽ. എന്തേ? ഈ റൂമിലെന്തിനാ കട്ട് ഫ്രൂട്ട്സും നട്ട്സും കൊണ്ടുവച്ചിരിക്കുന്നേ? ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ എന്തേലും പ്ലാൻ ഉണ്ടോ? ലക്ഷ്മിയുടെ കണ്ണുകൾ ഇങ്ങ് തള്ളി. സാർ. പെട്ടെന്ന് കയറി പോരെ. ഫോൺ കട്ട് ചെയ്യാതെ മേലേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി. പതിയെ വീഴും. മറുവശത്ത് അവൻ്റെ ചിരിയും സംസാരവും. റൂമിൽ അഫിയുണ്ട്. അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു. എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വരുമ്പോൾ എൻ്റെ സീത കിച്ചണിലായിരുന്നു. ഡോർ ലോക്ക് ഇട്ടിട്ട് വാ. അവൾ തലകുലുക്കി. അഫിക്ക് അടുത്തിരുന്നു. ഹാപ്പിയല്ലേ? അവളുടെ കയ്യിൽ കൈ കൊരുത്ത് പിടിച്ചുകൊണ്ടാണ് ചോദ്യം. ഒരുപാട് വർക്കുണ്ട്, നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട്. സമയമില്ലായിരുന്നു. ആദി വന്നു, അപ്പോൾ ഞാൻ മുങ്ങി. ആ, മനസ്സിലാകുന്നുണ്ട്. ഇടുപ്പിൽ വെച്ച അവൻ്റെ കൈക്ക് മേലെ അവൾ കൈവച്ചു. എന്താടി, ഒന്ന് തൊടാനും പാടില്ലേ?
ഇപ്പം തൊടും, പിന്നെ രാവണൻ്റെ സ്വഭാവം മാറും. അവൾ ടേബിളിലിരുന്ന പ്ലേറ്റ് എടുത്തു. ചോറ് കഴിക്കില്ല, ഇത് കഴിക്കാലോ. അവൻ പുഞ്ചിരിച്ചു. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചോ ലക്ഷ്മി? ഒരു പീസ് ആപ്പിൾ വായിലേക്ക് വെച്ചു. അവൾക്കും കൊടുത്തു. ആഗ്രഹിച്ചു. ഇവിടെ ഒറ്റയ്ക്ക് പേടി പോലെ. എന്തിന്? മമ്മ വഴക്കു പറഞ്ഞോ? ഏയ് ഇല്ല, ഇന്ന് മൊത്തം ഫോണിലായിരുന്നു. ആള് ഭയങ്കര സന്തോഷത്തിലാ. അഫിയുടെ നെഞ്ചൊന്ന് ആളി. നിധി. എന്താ സാർ ആലോചിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുവാ. നീ വന്ന് കിടന്നേ. അവളെ മുറുകെ പിടിച്ച് കിടന്നു. മമ്മ അറിയാതെയുള്ള അവൻ്റെ വരവ് പതിവായി. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് മാധവൻ വന്നത്. എന്താ മക്കളെ താമസിച്ചത്? ഒന്നുമില്ലമ്മ, എവിടെയോ എന്തൊക്കെയോ കള്ളം നടക്കുന്നു. മനസ്സിന് ഒരു സമാധാനമില്ല. അച്ഛന് തുടങ്ങി. സിദ്ധു കളിയാക്കി. രാത്രി കഞ്ഞിയും പപ്പടവും തേങ്ങാ ചമ്മന്തിയും ആസ്വദിച്ച് കഴിക്കുമ്പോൾ പുറത്തെ മണി മുഴങ്ങി. ഇതാരാ ഈ പാതിരായ്ക്ക്? അച്ചമ്മ വാതിലിനരികിലേക്ക് നടന്നു. വേണ്ടമ്മ, ഞാൻ നോക്കാം. മാധവൻ വാതിൽ തുറന്നതും രാജൻ വീട്ടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. നീ എന്തു ഭാവിച്ചാടാ? എൻ്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇപ്പോൾ മാറിത്തരാൻ വയ്യേ? മാധവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തി പിടിച്ചാണ് ചോദ്യം. അച്ഛാ വിടടോ എൻ്റെ അച്ഛനെ. സിദ്ധു ദേഷ്യത്തോടെ രാജനെ പിടിച്ചു തള്ളി. അയാൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. ഞങ്ങൾ മാറിത്തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പോയിക്കോളാം, അതിൽ മാറ്റമില്ല. താനിപ്പോൾ പോകാൻ നോക്ക്. അവൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. രാജൻ നിലത്തു നിന്ന് ചാടി എഴുന്നേറ്റു. നീ ഇതിന് അനുഭവിക്കും ചെക്ക. എൻ്റെ ഭാര്യയെ കണ്ട് സംസാരിച്ചാലൊന്നും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ദിവസങ്ങൾ എണ്ണിയിരുന്നോ? നീയൊക്കെ നടുതെരുവിൽ നിൽക്കും. നിർത്തിക്കും ഞാൻ. അയാൾക്ക് കലിയിളകി. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. എന്തിനാ മക്കളെ? മാധവൻ തളർച്ചയോടെ കസേരയിലിരുന്നു. പിന്നെ എൻ്റെ അച്ഛനെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ? എന്താ മാധവ, അവൻ എന്തിനാ ഇങ്ങനെ ചാടി തുള്ളിയിട്ട് പോയത്? അച്ഛമ്മ മകൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ തല താഴ്ത്തി. ഇന്ന് കടയിൽ നിന്ന് വരുന്ന വഴി രാജൻ്റെ ഭാര്യയില്ലേ സാവിത്രി, അവരെ കണ്ടു. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. വീട്ടിൻ്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞു. വിൽപ്പനയുടെ ഒരു വിവരവും സാവിത്രി അറിഞ്ഞിട്ടില്ല. വിഷമിക്കേണ്ട, രാജനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ആ ആൻറ്റിയുടെ പേരിലിരിക്കുന്ന വസ്തു വിൽക്കുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതിലെന്തോ ചരടുവലി നടക്കുന്നുണ്ടല്ലോ അച്ഛാ. ഉണ്ട് സിദ്ധൂട്ട, വാടകയ്ക്ക് 2-3 വീട് ഒത്തു വന്നതാ. പക്ഷെ പിന്നീട് അത് കൈമാറി പോകുന്നു. എനിക്കെന്തോ ഒരു പേടി പോലെ. നമ്മൾ കടത്തിണ്ണയിൽ കിടക്കുന്നത് കാണാൻ ആരോ ആഗ്രഹിക്കുന്നുണ്ട്. ആരോ അല്ല, ആ വൃത്തികെട്ടവൻ യാദവ്. അവനെ ഈ നാറിയ പണി ചെയ്യൂ. ഞാൻ എന്തായാലും ഈ കാര്യം ചേച്ചിയെ വിളിച്ചു പറയും. വേണ്ട, ഇനിയും 10 ദിവസം കൂടിയുണ്ട്. അതിനകം വീട് കിട്ടും. മാധവൻ റൂമിലേക്ക് നടന്നു. സിദ്ധു ദയനീയമായി അച്ചമ്മയെ നോക്കി. എന്തായാലും എനിക്കിനി അധികം നാളില്ല. അവനെങ്ങ് കൊന്നാലോ അച്ചമ്മേ? ദേച്ചക്ക, ഒന്നാമതേ നിന്റെ അച്ഛൻ്റെ മനസ്സ് നൊന്തിരിക്കുവാ. അതിനിടയ്ക്ക് ഇതും കൂടി പറഞ്ഞ് അതിനെ വേദനിപ്പിക്കാതെ. ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു. ഒരു കാറ് ചീറിപ്പാഞ്ഞ് മുറ്റത്ത് നിന്നു. വർമ്മയും ആദിയും ഓഫീസിൽ പോകാൻ റെഡിയായി ഹാളിൽ തന്നെ ഉണ്ട്. ആരാ അച്ഛാ ഈ സമയത്ത്? ഇന്ദുജ ചിരിയോടെ ഓടുന്നത് കണ്ടതും വർമ്മയുടെ ശരീരം തളർന്നു. ആൻറ്റി. കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് ഒരു മിനി സ്കർട്ടും സ്ലീവ്ലെസ് ടീഷർട്ടും ധരിച്ച പെൺകുട്ടി ഇറങ്ങി. ഇന്ദുജയെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മക്കളെ പെട്ട്. ഇനി ഈ മാരണത്തെ കൂടി താങ്ങണം. പടിക്കെട്ടുകൾ ഓടിക്കയറി വരുന്ന നിധി. അഫി തുള്ളി കുതിച്ചു വന്ന് ആദിക്ക് മേലെ ചാടി വീണു. അവൻ ഞെട്ടിപ്പോയി. കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നവളെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നിധി ഉടുമ്പ് പോലെ അവനെ വരിഞ്ഞു മുറുക്കി. അയ്യോ, നീ ക്ഷീണിച്ചു. ബട്ട് ഗ്ലാമർ കൂടി. അവളുടെ നോട്ടം അവൻ്റെ ചുണ്ടിലാണ്. എൻ്റെ ഭഗവാനെ, കീർത്തി അറിഞ്ഞാൽ തീർന്നു. കൊല്ലു ആദി നിന്നെ. അവൻ അവളെ ഒരൊറ്റ തള്ളായിരുന്നു. നിധി പൂമ്പാറ്റയെ പോലെ പറന്നു ചെന്ന് സെറ്റിയിൽ വീണു. ഹാ, സൂപ്പർ, ഇത് പൊളിച്ചു. കൈ തട്ടി ചിരിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവനെ കണ്ട് നിധിയുടെ കണ്ണുകൾ വല്ലാത്ത മോഹത്തോടെ തിളങ്ങി. എന്താടി, ആള് മാറിപ്പോയോ? നിന്റെ അച്ഛനെ പോലെ നിനക്കും ഞങ്ങളെ തിരിച്ചറിയാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ? അത് ആദിയ. അഫി ആദിക്ക് അടുത്ത് നിന്നു. അവൾ തലയിൽ കൊട്ടി. സോറി, ഒരു കിസ് മിസ്സായി പോയേനെ. വർമ്മ ചിരിക്കുന്നുണ്ട്.
ആദി പല്ല് ഞെരിച്ചു. അല്ല മക്കളെ, അവൾക്ക് മിസ്സായി. നീ രക്ഷപ്പെട്ടു. ഇല്ലേൽ കടിച്ചു തിന്നേനെ എൻ്റെ കൊച്ചിനെ. ഈ പാമ്പ് കടിച്ചാൽ മരുന്ന് ഇവിടെ കിട്ടില്ല, അതാണ് പാട്. അച്ഛൻ്റെ പതിയെയുള്ള സംസാരം. ആദിയും അഫിയും ഒരുപോലെ ചിരിച്ചു. വർമ്മയ്ക്ക് അവരുടെ ചിരി കണ്ടതും മനസ്സ് നിറഞ്ഞു. ഇന്ദുജയും ഇന്ദ്രനും വരുന്നുണ്ട്, പിന്നാലെ പ്രവീണയും. എന്തുണ്ട് വർമ്മ, സുഖമല്ലേ? ഇന്ദ്രൻ ചോദിച്ചു. ഹാ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അളിയൻ്റെ ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് ജീവിതം ധന്യം ആക്കി പറഞ്ഞതാണെന്ന് ഇന്ദ്രന് മനസ്സിലായി. ആദിയും അഫിയും ഇന്ദ്രനെ ശ്രദ്ധിച്ചതേയില്ല. ആൻറ്റിക്ക് സുഖാണോ? പ്രവീണ അവരെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. അഫിക്ക് അടുത്ത് ചേർന്ന് നിന്നു, കയ്യിൽ പിച്ചി. എന്താ ആൻറ്റി, എവിടെ നിന്റെ ആള്? മുകളിലാണോ? പതിയെയാണ് ചോദിച്ചത്. ശരി അളിയ, ഞങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങിയതാ. നിങ്ങൾ ചോറിൽ കല്ലുകടി പോലെ ഇവിടെ തന്നെ കാണുമല്ലോ. ഈവനിങ് കാണാം, വർമ്മ പറഞ്ഞു. ഇന്ദുജ അയാളെ ദഹിപ്പിക്കും പോലെ നോക്കി. ഇന്ദ്രൻ ചിരിച്ചു. എൻ്റെ അളിയ, ഞാനും പ്രവീണയും ഉച്ചയ്ക്ക് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകും. നിധി ഇവിടെ ഉണ്ടാവും. അവൾക്ക് ആൻറ്റിയെ കണ്ടാൽ പിന്നെ ഞങ്ങളെ രണ്ടിനെയും വേണ്ട. ആദിയുടെ ദയനീയ നോട്ടം. അഫിക്ക് ഒരു കുലുക്കവുമില്ല. അഭിമന്യു, നീ എന്ത് തീരുമാനിച്ചു? പെട്ടെന്നാണ് ഇന്ദ്രൻ്റെ ചോദ്യം ഉയർന്നത്. അവൻ മുഖം ചുളുക്കി. ഈ വരവിൽ നിങ്ങളുടെ കല്യാണം നടത്താനാ എൻ്റെ തീരുമാനം. ആരുടെ? എൻ്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? മമ്മ അങ്കിളിനോട് ഒന്നും പറഞ്ഞില്ലേ? എൻ്റെ മാരേജ് കഴിഞ്ഞതാ. മോനു, ഇന്ദുജ നീട്ടി വിളിച്ചു. സോറി മമ്മ, ഞാനെല്ലാം വിശദമായി പറഞ്ഞതാ. ലീഗലി ഞങ്ങൾ മാരീഡാണ്. അങ്ങനെയുള്ളപ്പോൾ നിധി അവൾക്ക് മറ്റൊരു പയ്യനെ നോക്കുന്നതാ നല്ലത്. ഇന്ദുജ നിധിയെ നോക്കി കണ്ണിറുക്കി. അടുത്തേക്ക് വരുന്ന ഇന്ദ്രനെ കണ്ട് അഫി ദേഷ്യത്തിൽ മുഖം തിരിച്ചു. അഫി, അവൾ എന്തായാലും കുറച്ചുനാൾ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവൂ. ആ ദരിദ്രവാസിയെ നമുക്ക് കുറച്ച് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അവൾ പോയതിനു ശേഷം മതി മാരേജ്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്താം. എന്താ? അവൻ അരിശത്തിൽ വിറയ്ക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ഉടനെ നടത്താൻ പറ്റില്ല അങ്കിൾ, എനിക്ക് സമ്മതമല്ല. പിന്നെ സീതാലക്ഷ്മി, അവൾ ഇവിടെ ഉണ്ടാവും എൻ്റെ ഭാര്യയായി തന്നെ. വെട്ടിമാറ്റാനോ അകറ്റി നിർത്താനോ ശ്രമിക്കണ്ട, നടക്കില്ല. ഇന്ദുജ ഞെട്ടിപ്പോയി. മോനു, ഞാൻ മമ്മയോട് കുറച്ച് സാവകാശം ചോദിച്ചതല്ലേ? അതുവരെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറല്ല എങ്കിൽ എൻ്റെ തീരുമാനത്തിലും മാറ്റം ഉണ്ടാവില്ല. അവൻ പുറത്തേക്ക് നടന്നതും ഇന്ദുജയും പിന്നാലെ ചെന്നു. എൻ്റെ അച്ഛ, ഈ പെണ്ണിൻ്റെ കണ്ണിൽ ഒരു കുത്തു കൊടുത്താലോ ശവം. ആദി പെറുപിറുത്തു. നീ ഇത് എവിടേക്കാ അഫി? ഓഫീസിലേക്കാണോ? അവൻ മമ്മയെ കണ്ണെടുക്കാതെ നോക്കി. വിശ്വാസമില്ലാതെ വിളിച്ചു വരുത്തിയതല്ലേ, പറഞ്ഞു വിട്ടേക്കണം. ഇയാൾ ഇവിടെ ഉണ്ടേൽ വാശിക്ക് ഞാൻ അവളെ സ്നേഹിക്കും. പിന്നെ ആര് വിചാരിച്ചാലും സീതാലക്ഷ്മിയെ എന്നിൽ നിന്നും പിരിക്കാൻ പറ്റില്ല. അഭിനയം കാര്യമാകും. അവൻ കാറിലേക്ക് കയറി മുന്നേ തിരിഞ്ഞു നിന്നു. ശാരീരികമായി അവളെ വേദനിപ്പിച്ചാൽ പിന്നെ കളി മാറും. ജയിലിൽ കിടക്കേണ്ടി വരും. ഞാനും മമ്മയും എല്ലാവരും. അറിയാലോ, മീഡിയ ഇടപെട്ട കേസാ. സീതാലക്ഷ്മി എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും നമ്മൾ കുരുങ്ങും. അതോർക്കണം. അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്ക്. അവൻ കാറിൽ കയറി സീറ്റിൽ ചാരി കിടന്നു. ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഡാഡിയും ആദിയും ഓഫീസിൽ പോകും. ലക്ഷ്മി ഒറ്റയ്ക്ക്. നിമിഷങ്ങൾക്ക് ശേഷം ഹാളിൽ നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ അവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ഓഫീസിൽ പോകുന്നില്ലേ അഫി? വർമ്മയുടെ സ്വരം. നോ, അവൻ കനത്തിൽ പറഞ്ഞു. ആദിയും വർമ്മയും പുറത്തേക്ക് നടന്നു. ചെക്കൻ അവളുടെ ചൂട് പിടിക്കാൻ പോയതാവും, ഇന്ദ്രൻ പറഞ്ഞു. ഇല്ലടാ, അവൻ അവളെ ഇഷ്ടമൊന്നുമല്ല. നീ എടുത്തു ചാടി എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ സംസാരിച്ചതെന്തിനാ? നിന്നെ മുന്നേ അവന് കണ്ണിന് നേരെ കണ്ടുകൂടാന്ന് അറിയാലോ. ആ വാശിക്ക് ഓരോന്ന് പറയുന്നതാ. എന്തായാലും നിധിമോള് ഇവിടെ ഉണ്ടല്ലോ. അഫി പറഞ്ഞത് ശരിയാ. മീഡിയ ഇടപെട്ട് നടന്ന കല്യാണമാണ്. അതുകൊണ്ട് അവളെ അടിച്ച് വെളിയിൽ കളയാൻ പറ്റില്ല. സ്വന്തം ഇഷ്ടത്തോടെ ആ പീറപ്പെണ്ണ് ഇവിടെ നിന്ന് പോകണം. അത് ഞാൻ ഏറ്റു ആൻറ്റി, നിധി പെട്ടെന്ന് പറഞ്ഞു. പ്രവീണ മൗനമായി എല്ലാം കേട്ട് നിന്നു.